സർഗം എന്ന സിനിമയെ കുറിച്ച് എന്താണ് പെട്ടെന്നൊരു ഫ്ലാഷ് ബാക്ക് പറയാനുള്ളത്? ചേട്ടാ അതൊരു അതിനു മുമ്പ് ഞാൻ ഹരൻ സാറിനെ ആദ്യമായിട്ട് പോയി കണ്ട ഒരു കഥ പറയണം. അത് ചിലപ്പം പലർക്കും അറിയില്ല. എനിക്ക് വന്ന് 86-85 സമയത്ത് അച്ഛനും കൊച്ചച്ഛനും മദ്രാസിലേക്ക് ട്രെയിനിൽ പോകുന്ന വഴി ഹരിഹരൻ സാറ് ഇവരുടെ ക്യാബിനിലുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ അഭിനയം ഭ്രാന്തൊക്കെ മൂത്ത് നടക്കുന്ന സമയമാണ്. ഇവരും 1-2 സ്ഥലത്തൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, ഒന്നും നടന്നിട്ടില്ല. അപ്പൊ ഇവരുടെ എപ്പോഴും എൻ്റെ ഒരു ഫോട്ടോ കാണും, ഇങ്ങനെ ആരെങ്കിലും കാണിക്കാന്ന് വെച്ചിട്ട്. അപ്പൊ ഹരിഹരൻ സാർ ഇവരുമായിട്ട് വലിയ അടുപ്പമുള്ളതാണ്. കാരണം സാർ ആദ്യം ഡയറക്റ്റ് ചെയ്യാനൊരു പടത്തിൽ അച്ഛനായിരുന്നു മ്യൂസിക്. അതാണ് ബ്രാഹ്മമുഹൂർത്തത്തിൽ പ്രാണസഖി. അങ്ങനെ ഹരിഹരൻ സാറിനെ ഈ ക്യാബിനിൽ വെച്ച് അച്ഛൻ കാണുന്നു. മകൻ ഇങ്ങനെ ഒരാളുണ്ട്, മനോജ് കെ ജി എന്ന പേര്, ഇതാ ഈ ഫോട്ടോ ഒന്ന് കണ്ടു കൊടുക്കും, ഏതെങ്കിലും വേഷങ്ങൾ വരുവാണെങ്കിൽ ഇദ്ദേഹത്തിനെ കൂടെ ഒന്ന് മനസ്സിൽ വെക്കണമെന്ന് കൊടുത്തു. സാർ ആ ഫോട്ടോയും കൊണ്ടുപോയി. അതിനുശേഷം ഒരു 2-3 മാസം കഴിയുമ്പോൾ ടെലിഗ്രാം വന്നു. അന്ന് ടെലിഗ്രാമാണ്. ടെലിഗ്രാം വന്ന് ഇങ്ങനെ മനോജ് കെ ജയൻ നിങ്ങൾ അടുത്ത ദിവസം തന്നെ മദ്രാസിലേക്ക് എത്തണം, എൻ്റെ പുതിയ ഒരു ചിത്രത്തിലേക്ക് നിങ്ങളെ ഒന്ന് ചെക്ക് ചെയ്യാനാണ്, ടെസ്റ്റ് എടുക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇമ്മീഡിയറ്റ് കിട്ടിയ പൈസയും കൊണ്ട് നേരെ മദ്രാസിൽ പോയി പഴയ സ്വാമീസ് ലോഡ്ജ് അവിടെ പോയി താമസിച്ചു. അവിടെ പോയി താമസിച്ച് നേരെ AVM തിയേറ്ററിൽ റെക്കോർഡിംഗ് നടക്കുക. ഏത് സിനിമയെന്ന് ഇനി പറയാം, ആരണ്യകം. ആരണ്യകത്തിൽ വിനീതിന്റെ ക്യാരക്ടറിന് വേണ്ടി പലരെയും ശ്രമിക്കുന്ന സമയമാണ്. അപ്പോൾ സാറ് ഇങ്ങനെ ഒരു പുതുമുഖം എന്നെ ഒന്ന് ശ്രമിച്ചു നോക്കിയാണ്. പക്ഷെ ഞാൻ അവിടെ ചെന്നു. അൻസാരി എന്ന് പറയുന്ന വലിയ പ്രശസ്തനായ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എൻ്റെ ഓരോ പടങ്ങളൊക്കെ എടുത്തു. സാറ് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് കുറച്ച് പടങ്ങൾ സ്റ്റില്ലൊക്കെ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ സ്റ്റില്ലൊക്കെ എടുത്തു. സാറ് പറഞ്ഞു ഞാൻ പ്ലാൻ ചെയ്തിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് മദ്രാസിൽ നിന്ന് 2-3 പടമൊക്കെ ഉണ്ട്. അന്ന് ഖയാമത്തൊക്കെ കൊടുക്കുന്ന സമയം. ആ സമയം അതൊക്കെ പോയി കണ്ട് നേരെ തിരിച്ച് കോട്ടയത്തെത്തി. പക്ഷേ എനിക്കതിൽ ചാൻസ് കിട്ടിയില്ല. കിട്ടിയില്ല, വലിയ വിഷമായി പോയി. കാരണം അച്ഛനൊക്കെ പറഞ്ഞിട്ടും അവിടെ ചെന്നു. മദ്രാസിൽ ചെന്നിട്ട് ഞാൻ തിരിച്ചു പോകുന്നില്ല, അത്രയും കഷ്ടപ്പെട്ടാണ്, കിട്ടിയില്ല. അപ്പൊ ഹരിഹരൻ സാറിന്റെ പടം വീണ്ടും ഒരു വലിയ മരീചികയായിട്ട് മാറി. എന്നാണ് ഇത് 86 മറ്റാ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ സീരിയലൊക്കെ കുമിളകൾ, വൈതരണി ഇങ്ങനെയുള്ള ഒരു സീരിയലൊക്കെ ചെയ്ത് കുമിളകൾ സീരിയൽ വന്ന് ഈ സിനിമയിലേക്കുള്ള എൻട്രി ആയി. പെരുന്തച്ഛൻ കിട്ടി. പെരുന്തച്ഛനിലേക്കുള്ള എൻട്രി കഴിഞ്ഞപ്പോൾ പെരുന്തച്ഛൻ റിലീസായി കഴിഞ്ഞപ്പോൾ പെരുന്തച്ഛൻ ഹരിഹരൻ സാർ കോഴിക്കോട് ഏതോ ഒരു കോർണേഷൻ തിയേറ്ററിൽ എവിടെയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ ഈ ക്യാരക്ടർ നോട്ടീസ് ചെയ്തു. അപ്പൊ സാറ് ചിലപ്പോൾ മറന്നുപോയി കാണും ഇയാളാണ്. കാരണം അതിനകത്ത് മുട്ടത്തിലേക്കില്ലേ. ഇയാളെ വെച്ച് എൻ്റെ എക്കാലത്തെയും മികച്ച സിനിമ, അല്ലെങ്കിൽ സാറിൻ്റെ മനസ്സിലുള്ള വളരെ വർഷങ്ങളായിട്ടുള്ള കഥ, സർഗത്തിൻ്റെ കഥ ഉണ്ട്. പക്ഷെ ഈ കുട്ടൻ തമ്പുരാനെ കറക്റ്റ് ഒരാളെ കിട്ടാത്തതുകൊണ്ട് സാറ് പടം ചെയ്യാറുന്നതാണ്. അപ്പോഴാണ് ഈ പെരുന്തച്ഛനിൽ എൻ്റെ ഈ വേഷം കണ്ടപ്പോൾ ഇയാളെ വെച്ച് ഇത് ചെയ്താലോ എന്ന് ആലോചിക്കുകയും എന്നെ തപ്പിപ്പിടിച്ച് മദ്രാസിൽ ഞാൻ വീണ്ടും വരാൻ പറഞ്ഞ് ഞാൻ അതിൽ കരാറ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ എന്താ, ആരണ്യത്തിലെ ആ വിഷമം മുഴുവൻ പെരുന്തച്ഛൻ കണ്ടതിന് ശേഷം സാർ എന്നെ വിളിച്ച് വീട്ടിൽ വരുത്തി എനിക്ക് സർഗത്തിലൂടെ സ്വർഗം തന്നു.